Dear students, in the solid state മായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തന്നിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അയച്ച അതേ ക്വസ്റ്റ്യൻസ് നമ്മൾ 1 by 1 ചെക്ക് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Ferric oxide crystallizes in a hexagonal cross-packed array of oxide ion with 2 out of every 3 octahedral holes occupied by ferric ions. Derive the formula of ferric oxide. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ. ഇതിൽ O2- എന്ന് പറയുന്ന അയോൺ, അത് HCP എന്ന അറേഞ്ച്മെന്റ് ആണ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഹെക്സഗണൽ ക്രോസ് പാക്കിംഗ് ആണ്. ഏത് അറേഞ്ച്മെന്റ് ആണെങ്കിലും അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതിനകത്തുള്ള നമ്പർ ഓഫ് മോള് n ആണ് സങ്കല്പിക്കുക. O2- നമ്പർ ഓഫ് മോൾ n ആണ്. പിന്നെ അതിന്റെ കൂടെയുള്ള കാറ്റയോണ് ഒക്ടാഹെഡ്രൽ ഓയിഡ്സുമായി ബന്ധപ്പെട്ടാണ് പഠിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ ഓയിഡ്സ്. അതിനെ കുറിച്ചൊരു ടെക്നിക്ക് നമുക്കറിയാം. എത്ര ആറ്റംസ് ഉണ്ടോ അത്ര തന്നെ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവും. O2- കണക്ക് n ആണ് എങ്കിൽ ഒക്ടാഹെഡ്രൽ വോയിഡ്സും n തന്നെയായിരിക്കും. അപ്പൊ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് നമുക്ക് n ആണ് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? Fe3+ കണക്കാ വേണ്ടത്. ആ Fe3+ ഒക്ടാഹെഡ്രൽ വോയിഡ്സിന്റെ 2/3 പാർട്ട് വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. സോ 2/3 into n ആണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ Fe3+ന്റെയും O2- റേഷ്യോ കണക്കാക്കുകയാണെങ്കിൽ 2/3 into n is to n എന്ന് കിട്ടും. ദാറ്റ് വിൽ ബി 2/3. അപ്പൊ Fe3+ 2 ആകുന്ന സമയത്ത് O2- 3 ആണ്. That means the formula is Fe2O3. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? Atoms of element B form HCP lattice and those of element A occupy 2/3 of tetrahedral voids ആണ്. What is the formula of the compound formed by A and B? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? B forms HCP ആണ് അല്ലെ. അപ്പൊ ബിന്റെ എണ്ണം ഞാൻ n എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ടെട്രാഹെഡ്രൽ വോയിഡ്സിന്റെ കണക്കാണ്. നമ്മുടെ കയ്യിൽ എത്ര n ഉണ്ടോ അതിന്റെ ഡബിൾ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ട് നമുക്കറിയാം. സോ ബി ആണ് അവിടെയുള്ള ആറ്റംസിന്റെ എണ്ണമെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡ്സ് 2n ആണ്. ഇനി നമുക്ക് ആരെ കണക്കാ വേണ്ടത്? എ ആണ്. എ എന്ന് പറഞ്ഞാൽ 2/3 ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആണ്. 2/3 ഓഫ് 2n എന്ന് പറഞ്ഞാൽ 4/3 ഓഫ് n ആണ്. അപ്പൊ എന്ത് കിട്ടി? എയും ബിയും തമ്മിലുള്ള റേഷ്യോ കിട്ടി. അപ്പൊ എയും ബിയും തമ്മിലുള്ള റേഷ്യോ കണക്കാക്കുമ്പോൾ 4/3 എന്ന് പറയും. അപ്പൊ എ 4 ആണെങ്കിൽ ബി 3 ആണ് എന്നർത്ഥം. സോ അവർ ആൻസർ വിൽ ബി A4 B3. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. If NaCl is doped with 10⁻³ mole percentage of SrCl2, what is the concentration of cation vacancy എന്നാണ്. അപ്പോ NaCl doped with 10⁻³ mole percentage നല്ല പറഞ്ഞിട്ടുള്ളത് നല്ല ക്വസ്റ്റ്യൻ ആണോ? 10⁻³ mole percentage of SrCl2 ഉണ്ട് എന്ന് പറഞ്ഞ അർത്ഥം NaClന്റെ എണ്ണം 100 ആണ് എങ്കിൽ SrCl2ന്റെ എണ്ണം 10⁻³ ആണ് എന്നാണ്. അപ്പൊ NaCl 100 ആണെങ്കിൽ SrCl2 10⁻³ ആണ്. അപ്പോഴേ ഈ NaCl 1 ആണെങ്കിൽ 100 എങ്ങനെ നമ്മൾ 1 ആക്കും? ബൈ 100 ചെയ്യും. അപ്പൊ ഇതിനും ബൈ 100 ചെയ്യണം. 10⁻⁻5 മോള് വരും.
അപ്പൊ എന്ത് കിട്ടി? ഒരു NaCl ഒരു 10⁻⁵ ആണ്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാം. 2 Na+ തുല്യമായിട്ടാണ് ഒരു Sr2+ വരിക. 2 Na+ തുല്യമായിട്ടാണ് ഒരു Sr2+ വരിക. എന്നിട്ട് ഒരു Na+ സ്ഥലത്ത് Sr2+ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അടുത്ത Na+ സ്ഥലത്താണ് അവിടെ വാക്കൻസി വന്നിട്ടുണ്ടാവുക. അപ്പോ 2 Na+ പകരമാണ് ഒരു Sr2+ വരിക. അതിൽ ഒരു Na+ സ്ഥലത്ത് Sr2+ വരും, അടുത്ത Na+ സ്ഥലത്ത് വാക്കൻസി വരും. അപ്പൊ എന്ത് കിട്ടി? എത്ര Sr2+ വന്നിട്ടുണ്ടോ അത്ര തന്നെ വാക്കൻസി ഉണ്ടെന്ന് മനസ്സിലാവും. കാരണം എന്താ? ഒരു Sr2+ വരുമ്പോ ഒരു വാക്കൻസി ഉണ്ടാകുന്നുണ്ട്. സോ നമ്പർ ഓഫ് കാറ്റയോൺ വാക്കൻസി എന്ന് പറഞ്ഞാൽ 10⁻⁵ മോൾ ആണ്. കാരണം എന്താ? എത്ര SrCl2 വന്നിട്ടുണ്ട്? 10⁻⁵ മോൾ ആണ്. SrCl2നകത്ത് ഒരു Sr2+ അല്ലേ ഉള്ളത്? അപ്പൊ 10⁻⁵ മോൾ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് കാറ്റയോൺ വാക്കൻസി അല്ലേ നമുക്ക് വേണ്ടത്? നമുക്കിപ്പോ നമ്പർ ഓഫ് മോള് കിട്ടിയല്ലോ. നമ്പർ ഓഫ് മോള് കിട്ടിയതിനെ എണ്ണത്തേക്ക് മാറ്റാം. ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ബൈ കാൽക്കുലേഷൻ നമുക്ക് എന്ത് കിട്ടും? 6.022 ഇൻറ്റു 10⁻18 എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ ആൻസർ. സോ ഇതാണ് തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അനാലിസിസ് ഷോസ് ദാറ്റ് നിക്കൽ ഓക്സൈഡ് ഹാസ് ഫോർമുല Ni 0.9801. What fraction of nickel exists as nickel 2+ and nickel 3+ ions? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഫോർമുല എന്താണ്? Ni 0.9801 എന്നാണ്. നമുക്കറിയാം ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ എന്ത് ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാലും അതിന്റെ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അയോണിക് ക്രിസ്റ്റലുമായി ബന്ധപ്പെട്ട പോയിന്റ് അതിന്റെ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഈ 0.98 നിക്കലിന്റെ അതേ ചാർജ് തന്നെ ആവണ്ടേ ഈ ഓക്സിജന്റെ ചാർജും? ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ ചാർജ് -2 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ചാർജ് ഓഫ് നെഗറ്റീവ് അയോൺ ഈക്വൽ ടു -2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ എന്താവണം? +2 ആവണം. ഇവിടെ നിക്കൽ ഇല്ലേ പോസിറ്റീവ് ചാർജ് ഉള്ളത്? എത്ര നിക്കൽ ഉണ്ട്? 0.98 ഉണ്ട്. 0.98 നിക്കലിന്റെ ചാർജ് ആണ് +2. ഈ നിക്കലിനകത്ത് ആരൊക്കെ ഉണ്ടാവാം? നിക്കൽ 2+ ഉണ്ടാവാം, നിക്കൽ 3+ ഉണ്ടാവാം. ഈ നിക്കൽ 2+ X ആണ് സങ്കല്പിക്കാൻ. അപ്പൊ നിക്കൽ 3+ എത്ര ഉണ്ടാന്ന് അറിയോ? 1 - X ഉണ്ടാവും. നിക്കൽ 2+ X ആണെങ്കിൽ നിക്കൽ 3+ 1 - X ആയിരിക്കും. ഈ എക്സും 1 - Xും കൂടി കൂട്ടിയാൽ കിട്ടുന്നത് ഈ പോയിന്റ് നോക്കൂ. ഈ നിക്കൽ 2+ X ആണ് സങ്കല്പിക്കുക. അപ്പൊ നിക്കൽ 3+ എത്ര ഉണ്ടാവും അറിയോ? 0.98 - X ഉണ്ടാവും. എന്താ കാരണം? ഈ നിക്കലിന്റെ മൊത്തം എണ്ണം 0.98 ആണ്. അപ്പോൾ നിക്കൽ 2+ X ആണ് കിട്ടി, നിക്കൽ 3+ 0.98 - X ആണ് കിട്ടി. ഈ പറഞ്ഞ എക്സും 0.98 - Xും അല്ലെ, അതിന്റെ
എണ്ണമാണ് ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയത്? നിക്കലിന്റെ എണ്ണമായിട്ട് കിട്ടിയത്. ഈ നിക്കൽ 2+ ചാർജ് എക്സ് ആണെങ്കിലേ ഇത് തരുന്ന ചാർജ് 2x ആവൂലേ? കാരണം ഒരു നിക്കൽ 2+ ചാർജ് 2 ആണ്. ഒരു നിക്കൽ 3+ ചാർജ് 3 ആയതുകൊണ്ട് ഇത് ചാർജ് എന്തിനായിരിക്കും? 0.98 - x × 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ചാർജുകളൊന്ന് ആഡ് ചെയ്യാം. ഈ പറഞ്ഞ 2x-ഉം 3 × 0.98 - x-ഉം ഇത് രണ്ടും കൂടി കൂട്ടിയാലേ നമുക്ക് കിട്ടേണ്ട ചാർജ് 2 ആവണ്ടേ? കാരണം അതാണല്ലോ അവിടുത്തെ മൊത്തം ചാർജ്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 2x + 3 × 0.98 എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാലോ. ഓൾമോസ്റ്റ് 2.94 ആണ്. - 3x = 2 എന്ന് കിട്ടും. ഈ 2x എന്ന് -3x പോയാൽ എന്ത് വരും? -x വരും. ആ x നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോവാം. ഈ 2.94 2 മൈനസ് ചെയ്യാം. അപ്പൊ 2.94 - 2 = നമുക്ക് എന്ത് കിട്ടും? x എന്ന് കിട്ടും. x = 0.94. അപ്പൊ x 0.94 കിട്ടിയാൽ, ഇപ്പൊ ഞാൻ അടുത്ത പേജിക്ക് പോകുന്നുണ്ട്. നോക്കൂ, x 0.94 ആണെങ്കിൽ ഇത് നിക്കൽ 2+ ആണല്ലോ. നമുക്ക് 0.98 - x 0.94 അതാണല്ലോ നിക്കൽ 3+. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 0.4 കിട്ടും. ഇപ്പൊ നിക്കൽ 2+ന്റെ കണക്കായി, നിക്കൽ 3+ന്റെ കണക്കായി. നമ്മളോട് ചോദിച്ചുള്ളത് വാട്ട് ഫ്രാക്ഷൻ എന്നല്ലേ? വാട്ട് ഫ്രാക്ഷൻ ഓഫ് നിക്കൽ എക്സിസ്റ്റ് ആസ് നിക്കൽ 2+ ആൻഡ് നിക്കൽ 3+ എന്നാണല്ലോ. അതായത് 0.94-ഉം 0.4-ഉം. പക്ഷെ ഇത് ചെറിയ കറക്ഷൻ ഉണ്ട്. നിക്കൽ 2+ന്റെ ഫ്രാക്ഷൻ കാണണമെങ്കിൽ നിക്കൽ 2+ന്റെ കണക്ക് 0.94 ആണ്. ബൈ ടോട്ടൽ കണക്ക് 0.98 അല്ലേ? ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അയാളുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 0.959 എന്നായിരിക്കും. നിക്കൽ 3+ന്റെ കണക്ക് അപ്പൊ കിട്ടണമെങ്കിൽ 0.4 ആണല്ലോ നിക്കൽ 3+ന്റെ കണക്ക്. ബൈ 0.98 ചെയ്യണം. പക്ഷെ അതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ 1-ൽ നിന്ന് ഈ വാല്യൂ മൈനസ് ചെയ്താൽ മതി. ദാറ്റ് വിൽ ബി 0.041 എന്ന് വരും. സോ ഇതാണ് ആൻസർ. ഇതിന് പെർസെൻറ്റേജിലാണ് കണക്കാക്കണമെങ്കിൽ ഇൻറ്റു 100 ചെയ്ത 95.9-ഉം ഇത് 4.1% വരും. പക്ഷെ ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജ് അല്ല ചോദിച്ചുള്ളത്, അതിന്റെ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഡൗട്ട് വരാൻ പാടില്ല. നല്ല ക്വസ്റ്റ്യൻ ആണ്, സൂപ്പർ ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, a cubic solid is made of 2 elements P and Q. Atoms of Q are at the corners and P at the body center. What is the formula of the compound? നമുക്കറിയാം ഇവിടെ പറഞ്ഞുള്ളത് Q എവിടെയാണ്? കോർണേഴ്സിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോട്ടൽ 8 കോർണേഴ്സ് ഉണ്ടാവും. പക്ഷേ number of atom per unit cell കോർണറിൽ വരുമ്പോൾ അവസ്ഥ നമുക്കറിയാലോ. 8 ആളുകൾ വന്നാലും 8 × 1/8 ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു 1. എന്താ കാരണം? ഒരു കോർണറിലുള്ള ആറ്റത്തിനെ 8 ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ 8 കോർണേഴ്സ് ആൾക്കാർ വന്നാൽ അത് നെറ്റ് എഫക്ട് ഒന്നേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത് എന്താണ് പിയെ കുറിച്ച് പറഞ്ഞത്? പി അറ്റ് ബോഡി സെന്റർ ആണ്. ഈ ബോഡി സെന്റർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ബോഡി സെന്റർ എന്ന് പറഞ്ഞാൽ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബോഡി സെന്ററിലുള്ള ആറ്റം വേറെ ആരിട്ട് ഷെയർ ചെയ്യാത്തതുകൊണ്ട് നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെല്ല് 1 തന്നെയാണ്. സോ Q 1 ആണ്, P യും 1 ആണ്.
സോ ആൻസർ നമുക്ക് പി ക്യൂ എന്ന് കിട്ടും. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോർഡിനേഷൻ നമ്പർ ഓഫ് പി ആൻഡ് ക്യൂ എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോഡി സെന്ററിലുള്ള ആള്, നമുക്ക് ഇതിന്റെ ന്യൂക്ലിയസ് ക്യൂബൊക്കെ നമുക്കറിയാലോ. ഇതിപ്പോ ഒരു ക്യൂബാണ് സങ്കല്പിക്കുക. ഈ ക്യൂബിന്റെ ഏറ്റവും സെന്ററിൽ ഒരാൾ വന്നാല് അത് ഈ പറഞ്ഞ 8 കോണുള്ള ആൾക്കാരുണ്ടാവും. ഈ സെന്ററിൽ വന്ന ക്യൂബ് ഈ 8 ആളുകളോട് ലിങ്ക് ഉള്ളതുകൊണ്ട് ഈ ബോഡി സെന്ററിലുള്ള പിന്റെ കോർഡിനേഷൻ നമ്പർ 8 ആണ്. ഇനി എന്താണ് ക്യൂ എന്നാണ് അല്ലെ. ഈ ക്യൂവിന്റെ ഇലക്ട്രോൺ ഉള്ളത് ഈ കോർണറിലല്ലേ. ഈ കോർണറിൽ ഇലക്ട്രോൺ എത്ര ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട്? 8 ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ദിസ് ഈസ് ബോണ്ടഡ് വിത്ത് 8. സോ അതിന്റെയും കോർഡിനേഷൻ നമ്പർ 8 ആണ്. സോ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കോർഡിനേഷൻ നമ്പർ 8 ആണ് ബോഡി സെന്ററിലുള്ള ആൾക്കും അതുപോലെ കോർണറിലുള്ള ആൾക്കും. സോ ഇവിടുത്തെ ആൻസർ പിന്റെ കോർഡിനേഷൻ നമ്പർ 8 ആണ്, ക്യൂവിന്റെ കോർഡിനേഷൻ നമ്പറും 8 ആണ്. Aluminium crystallizes in a cubic close packed structure. Its metallic radius is 125 picometer. അപ്പോൾ ക്വസ്റ്റ്യനിൽ റേഡിയസ് എന്നിട്ടുണ്ട് 125 picometer ആണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് യൂണിറ്റ് സെൽ ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് CCP ആണ്. CCP ഈക്വൽ ടു FCC ആണല്ലോ. ഈ FCCയിൽ നമ്മൾ എഡ്ജ് ലെങ്ത്തിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്നാണല്ലോ എഡ്ജ് ലെങ്ത്തിന് പറയാം. എഡ്ജ് ലെങ്ത്തിന്റെ ഇക്വേഷൻ പഠിച്ച നമ്മൾ 2√2R എന്നാണ്. 2√2R എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷങ്ങൾ എവിടെ പഠിച്ച വെച്ചാല് പാക്കിംഗ് എഫിഷ്യൻസി ഡിഫൈൻ ചെയ്യുന്ന സമയത്ത്, ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇക്വേഷൻ വരുന്നുണ്ടാവും. എഡ്ജ് ലെങ്ത് ഈക്വൽ ടു 2√2R. അത് FCCന്റെ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഡയറക്റ്റ് ചെയ്താൽ 2 × √2 ഇൻറ്റു റേഡിയസ് എത്രയാണ്? 125 picometer ആണ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ശരിക്കും നമ്മള് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പൈക്കോമീറ്ററിന് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നേരിട്ട് നമ്മൾ പൈക്കോമീറ്ററിൽ ആൻസർ ചെയ്താൽ മതി. അപ്പൊ √2 ഇൻറ്റു 125 ഇൻറ്റു 2 ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് ബൈ കാൽക്കുലേഷൻ കിട്ടും 353.5 പൈക്കോമീറ്റർ. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ മീറ്റർക്ക് മാറ്റിയിട്ട് ചെയ്യാം, പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. എന്നാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ശ്രദ്ധിക്കണം. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഹൗ മെനി യൂണിറ്റ് സെൽ ആർ ദർ ഇൻ 1 centimeter ക്യൂബ് ഓഫ് അലുമിനിയം? അപ്പോഴേ വോളിയം ഓഫ് അലുമിനിയം 1 centimeter ക്യൂബ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര യൂണിറ്റ് സെൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വോളിയം ഓഫ് 1 യൂണിറ്റ് സെൽ ആണ് കാണേണ്ടത്. നമുക്കറിയാലോ ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം കാണണമെങ്കിൽ A ക്യൂബ് കണ്ടാൽ പോരെ, എഡ്ജ് ലെങ്ത് ഇൻറ്റു ക്യൂബ്. കാരണം എന്താ, ഇതൊരു ക്യൂബാണ്. ക്യൂബ് ആകുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എല്ലാം സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് A ക്യൂബ് കിട്ടി. നമുക്ക് എന്റെ വാല്യൂ അറിയാലോ, 353.5 പൈക്കോമീറ്റർ. ഇവിടെ ചെറിയ കുഴപ്പമുണ്ട്. ഇവിടെ വോളിയം കൊടുത്ത സെന്റിമീറ്റർ ക്യൂബിലായതുകൊണ്ടേ ഇത് നമ്മൾ സെന്റിമീറ്റർക്ക് മാറ്റണം. 353.5 പൈക്കോ എന്ന് പറഞ്ഞാൽ 10⁻⁻12 ആണ്. അത് മീറ്റർ ആട്ടോ. എങ്ങനെ മീറ്റർ സെന്റിമീറ്റർക്ക് മാറ്റുക? ഇൻറ്റു 100 ചെയ്യണം. അപ്പൊ 10⁻2 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ അത് സെന്റിമീറ്റർ ആവും. അപ്പോ നമുക്ക് എന്ത് കിട്ടും? 353.5 ഇൻറ്റു 10⁻10 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് എന്ത്? എഡ്ജ് ലെങ്ത്. സോ വോളിയം ഓഫ് 1 യൂണിറ്റ് സെൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. 353.5 ഇൻറ്റു 10⁻10 all raised to 3. ഈ 10⁻10 നമുക്ക് വേണമെങ്കിൽ എന്താ അറിയോ, ഒന്ന് ചെറിയ അറേഞ്ച്മെന്റ് നടത്താം. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 3.535 by
100 ചെയ്യുന്നല്ലേ? അപ്പൊ ഇവിടെ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 10⁻⁻8 എന്നാവും. റൈസ് ടു 3. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? 3.535ന്റെ ക്യൂബ് കാണണം. നമുക്ക് 3ന്റെ ക്യൂബ് അറിയാലോ. 3ന്റെ ക്യൂബ് 27 ആണ്. ഇത് അബൌട്ട് 44 സംതിങ് വരും. 10⁻⁻8 റൈസ് ടു 3 എന്താണ്? 10⁻⁻24 ആണ്. അങ്ങനെയാണെങ്കിൽ ബൈ കാൽക്കുലേഷൻ ഈ 44 കൂടി അപ്ലൈ ചെയ്യുമ്പോൾ 4.42 ഇൻറ്റു, അപ്പൊ ഞാൻ ബൈ 10 ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇൻറ്റു 10 ചെയ്യണം. അപ്പൊ ഇവിടെ ഇൻറ്റു 10 ചെയ്യുമ്പോൾ 10⁻⁻24 എന്നുള്ളത് 10⁻⁻23 എന്ന് കിട്ടും. 10⁻⁻23 സെന്റിമീറ്റർ ക്യൂബ്. ഇതാണ് വോളിയം ഓഫ് 1 യൂണിറ്റ് സെൽ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? വോളിയം ഓഫ് 1 യൂണിറ്റ് സെൽ കിട്ടി. അപ്പൊ ഞാൻ ഇതിന്റെ ബാക്കി ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് യൂണിറ്റ് സെൽ അല്ലേ? അത് കിട്ടണമെങ്കിലേ എത്രയാ ടോട്ടൽ വോളിയം? 1 സെന്റിമീറ്റർ ക്യൂബ്. അതിന് എത്രയാണ് ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം? 4.42 ഇൻറ്റു 10⁻⁻23. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10⁻⁻23 മുകൾക്ക് പോകും. നമ്മൾ 1/4.42 ചെയ്താൽ മതി. അപ്പോ 2.26 ഇൻറ്റു 10⁻22 എന്ന് കിട്ടും. ഞാൻ ഒരു പേജിന് ഉൾക്കൊള്ളാൻ വേണ്ടി ഇങ്ങനെ ചെയ്താണ്. 2.26 ഇൻറ്റു 10⁻22 വിൽ ബി ദ ആൻസർ. അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. സിൽവർ ക്രിസ്റ്റലൈസസ് ഇൻ FCC ലാറ്റിസ് if edge length of the cell is 4.07 into 10⁻⁻8 centimeter and its density 10.5 gram per centimeter cube. Calculate atomic mass of silver. ഇത് പലപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. Z into M by A raised to 3 into N. ഇതിൽ അറ്റോമിക് മാസ് ഓഫ് സിൽവർ ആണ് ചോദിച്ചുള്ളത്. നമുക്ക് ഇതിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യാം? മോളാർ മാസ് കാണാം. ഡെൻസിറ്റി ഇൻറ്റു A raised to 3 into Na by Z എന്നാണ്. ഡെൻസിറ്റി ഇൻറ്റു A raised to 3 into Na by Z. ഇതിൽ നമുക്ക് ഓരോ നോക്കാം. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഡെൻസിറ്റി? നോക്കൂ, 10.5 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഇവിടെ യൂണിറ്റ് ഒക്കെ ശരിക്കും നോക്കണം കേട്ടോ. ഇവിടെ എഡ്ജ് ലെങ്ത് പറഞ്ഞ എ എന്താണ്? 4.07 ഇൻറ്റു 10⁻⁻8 സെന്റിമീറ്റർ ആണ്. അപ്പൊ നോക്കൂ, ഇത് സെന്റിമീറ്ററിലാണ്, ഇത് സെന്റിമീറ്റർ ⁻⁻3 ആയതുകൊണ്ട് യൂണിറ്റിന്റെ കാര്യത്തിൽ കുഴപ്പമില്ല. ഇനി ഇവിടെ FCC എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. FCCയിലെ Z നമുക്കറിയാലോ. എന്താണ് Z? എഫക്റ്റീവ് ആയ ആറ്റം ആണ്. അത് FCCയിൽ 4 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. എത്രയാ ഡെൻസിറ്റി? 10.5 ആണ്. എത്രയാ എഡ്ജ് ലെങ്ത്? 4.07 ഇൻറ്റു 10⁻⁻8 ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23 ബൈ Z. Z എത്രയാണ്? 4 ആണ്. ഇവിടെ നമ്മൾ ബൈ കാൽക്കുലേഷൻ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഈ 4ഉം 4ഉം കട്ട് ചെയ്ത് പോകും സ്വാഭാവികമായിട്ടും. അതിൽ ഇവിടെ റൈസ് ടു 3 ഉണ്ട്, അപ്പൊ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4.07ന്റെ ക്യൂബ് വേണം അല്ലെ? 4.07 ഇൻറ്റു 4.07 ഇൻറ്റു 4.07 ഇൻറ്റു 10.5 ഇൻറ്റു 6.022 ആണ് അല്ലെ? ഇത് നമ്മൾ ബൈ 4 ചെയ്യണം. അപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് കിട്ടിയ ആൻസർ എത്ര വെച്ച് കഴിഞ്ഞാല് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1065.7 ആണ്.
ഈ 10⁻⁻8 റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ 10⁻24 ആണ്. ഇപ്പൊ 10⁻3 ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ വരുമ്പോ 10⁻1 ബാക്കി വരും. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? 106.57 കിട്ടി. ഈ മാസ് എന്താണെന്നറിയോ? ഡെൻസിറ്റി കൊടുത്ത മാസ് ഗ്രാമിലാണ്, അപ്പോൾ ഈ മാസ് ഗ്രാം ആണ്. ഇതാണ് മോളാർ മാസ് എന്ന് മനസ്സിലാക്കണം. മോളാർ മാസ് എന്ന് പറഞ്ഞാല് ഗ്രാം പെർ മോൾ ആണ്. പക്ഷെ അങ്ങോട്ട് ചോദിച്ചുള്ളത് അറ്റോമിക് മാസ് ആണ്. നമുക്കറിയാലോ മോളാർ മാസ് എന്താണോ അത് തന്നെയായിരിക്കും അറ്റോമിക് മാസ്. പക്ഷെ അറ്റോമിക് മാസിന്റെ യൂണിറ്റ് പറയുമ്പോൾ യു പറയണം, അല്ലെങ്കിൽ AMU എന്ന് പറയണം. അപ്പൊ മോളാർ മാസ് നിങ്ങൾക്ക് ഗ്രാമിൽ കിട്ടിയാൽ, മോളാർ മാസ് നിങ്ങൾക്ക് ഗ്രാമിൽ കിട്ടിയാൽ അത് തന്നെയാണ് അറ്റോമിക് മാസ് ഇൻ AMU എന്ന് മാത്രം പഠിച്ചാൽ മതി. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി. ദാറ്റ്സ് ഈക്വൽ ടു 106.57. നമുക്ക് സിൽവറിന്റെ ശരിക്കുള്ള മാസ് അറിയാലോ. സിൽവറിന്റെ മാസ് നമ്മൾ 108 എന്നല്ലേ പറയാം. അത് നമ്മൾ പഠിക്കുന്ന വാല്യൂ ആണ്. ഇവിടെ ബൈ കാൽക്കുലേഷൻ നമുക്ക് 106.57 കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ആസ് അമോർഫസ് ഓർ ക്രിസ്റ്റലൈൻ സോളിഡ്. അതിൽ കുറെ ആൾക്കാരെ പറഞ്ഞില്ല അല്ലെ. ഫസ്റ്റത്തെ ആളാരാ? പോളി യൂറിത്തൈൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊരു പോളിമർ അല്ലേ. പോളിമർ അമോർഫസ് ആയിരിക്കും. അടുത്ത നാഫ്തലിൻ. നാഫ്തലിൻ എന്ന് പറഞ്ഞൊരു ക്രിസ്റ്റൽ ആണ്, അത് ക്രിസ്റ്റലൈൻ ആണ്. ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡ് ക്രിസ്റ്റലൈൻ ആണ്. ടെഫ്ലോൺ. ടെഫ്ലോൺ എന്ന് പറഞ്ഞാലേ ഒരു പോളിമർ ആണ്. പോളിമർ ആകുമ്പോൾ അമോർഫസ് ആയിരിക്കും. പിന്നെ പൊട്ടാസ്യം നൈട്രേറ്റ് KNO3 അയോണിക് കോമ്പൗണ്ടുകൾ ക്രിസ്റ്റലൈൻ ആണ്. പിന്നെയുള്ള ആളാരാ? സെല്ലോഫാൻ. സെല്ലോഫാൻ ഒരു പോളിമർ ആണ്, അമോർഫസ് ആണ്. പിന്നെ പോളിവിനൈൽ ക്ലോറൈഡ്, നമുക്കതിനെ ഷോർട്ട് ആക്കിയിട്ട് PVC എന്നൊക്കെ വിളിക്കാം. പോളിവിനൈൽ ക്ലോറൈഡ് അപ്പൊ ആരാണ്? അമോർഫസ് ആണ്. ഫൈബർ ഗ്ലാസ്. ഗ്ലാസ് ഫൈബറുകളൊക്കെ അമോർഫസ് ആണ്. കോപ്പർ. കോപ്പർ മെറ്റൽ അല്ലേ, അത് ക്രിസ്റ്റലൈൻ ആണ്. നിങ്ങൾ പഠിക്കേണ്ട ഗ്ലാസ്, റബ്ബർ പോലുള്ള, പ്ലാസ്റ്റിക് പോലുള്ള എല്ലാ പോളിമറുകളും ആരാണ്? അമോർഫസ് ആണ്. എന്നാൽ അയോണിക് കോമ്പൗണ്ടുകൾ, അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെല്ലാം ക്രിസ്റ്റലൈൻ ആണ് എന്നും മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. An element has a body centered cubic structure, അതായത് BCC, with a cell edge length A 288 picometer, density of element 7.2 gram per centimeter cube. How many atoms are present in 208 gram element? നല്ല ക്വസ്റ്റ്യൻ ആണ്. ആ BCC ആണ്, എഡ്ജ് ലെങ്ത് 288 ആണ്, ഡെൻസിറ്റി 7.2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം? വോളിയം ഓഫ് 1 യൂണിറ്റ് സെല്ല് കാണാം. വോളിയം ഓഫ് യൂണിറ്റ് സെൽ അത് കാണണമെങ്കിൽ സിമ്പിൾ അല്ലേ? A³ ചെയ്താൽ മതി. A⁻3. എത്രയാണ് A? 288 പൈക്കോമീറ്റർ അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പൈക്കോമീറ്റർ നമ്മൾ നിർബന്ധമായിട്ട് സെന്റിമീറ്റർക്ക് മാറ്റണം. മീറ്റർക്ക് മാറ്റാൻ 10⁻⁻12 ആണ്. സെന്റിമീറ്റർക്ക് മാറ്റാൻ 10⁻⁻10 ആണ്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, 2.88 into 10⁻⁻8 എന്നും എഴുതാം. എന്താ കാരണം? ബൈ 100 എഴുതുമ്പോൾ അല്ലെ, 2 പോയിന്റ് ബാക്ക് നീക്കുമ്പോൾ. അപ്പൊ ഇവിടെ എന്ത് വരും എന്നറിയോ?
2.88 into 10 raised to minus 8 raised to 3 വരും. 10 raised to minus 8 raised to 3, 10 raised to minus 24 ആണ്. ഈ 2.8 നമ്മൾ 3 ആണെങ്കിൽ 3ന്റെ ക്യൂബ് 27 ആണ്. ബൈ കാൽക്കുലേഷൻ നമുക്ക് എന്ത് വരുന്ന അറിയോ? 2.88ന്റെ ക്യൂബ് അല്ല നമുക്ക് വേണ്ടത്, 2.88ന്റെ ക്യൂബ് by calculation 23.88 ആണ്. So the answer will be 2.39 into 10 raised to minus 24 വരും. ഏതാ യൂണിറ്റ്? സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഇതാണ് വോളിയം ഓഫ് യൂണിറ്റ് സെൽ. നമുക്ക് ഡെൻസിറ്റി കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഡെൻസിറ്റി ഓഫ് എലമെന്റ് ആണ്. ഈ എലമെന്റിന്റെ ഡെൻസിറ്റി തന്നെയാണ് യൂണിറ്റ് സെല്ലിന്റെയും ഡെൻസിറ്റി. കാരണം എന്താ? ഈ ഒരുപാട് യൂണിറ്റ് സെല്ലുകൾ കൂടിയിട്ടാണല്ലോ എലമെന്റ് ഉണ്ടാവുക. ഇപ്പൊ നമുക്ക് വോളിയം ഓഫ് 1 യൂണിറ്റ് സെല്ല് കിട്ടിയിട്ടാണ്. ഇനി ഞാൻ ചെയ്യാൻ പോണത്, നമ്മുടെ കയ്യിലുള്ള എലമെന്റിന്റെ മാസ് 208 ഗ്രാം ആണല്ലോ. അതേപോലെ ഈ എലമെന്റിന്റെ ഡെൻസിറ്റി 7.2 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് അല്ലേ? ഇതന്നെയാണ് യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി നമുക്കറിയാം. അപ്പൊ എലമെന്റിന്റെ ഡെൻസിറ്റി 7.2 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാലേ മാസ് ബൈ വോളിയം അല്ലേ? അപ്പൊ നമുക്ക് വോളിയം ഓഫ് എലമെന്റ് കാണാലോ. ഇങ്ങനെ വോളിയം ഓഫ് എലമെന്റ് കാണും. മാസ് ബൈ ഡെൻസിറ്റി എത്രയാ? മാസ് 208 ബൈ എത്രയാ ഡെൻസിറ്റി? 7.2. അപ്പൊ 208നെ 7.2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നുള്ളൂ. 208 by 7.2 will be 28.88 കിട്ടും സെന്റിമീറ്റർ ക്യൂബ്. നമുക്ക് വോളിയം ഓഫ് 1 യൂണിറ്റ് സെൽ അറിയാം, ടോട്ടൽ വോളിയം ഓഫ് എലമെന്റ് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ് സെല്ല് കാണാലോ. നമ്പർ ഓഫ് യൂണിറ്റ് സെൽ എങ്ങനെയായിരിക്കും? ടോട്ടൽ വോളിയം 28.88 ആണ് ബൈ 2.39 into 10 raised to minus 24 ആണ്. ഈ 10 raised to minus 24 മുകൾക്ക് പോകുമ്പോൾ 10 raised to minus 24 ആവും. നമുക്ക് 28.88നെ 2.39 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ 12.08 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ 10 raised to minus 24 മുകൾക്ക് കൊണ്ടുപോയാൽ the answer will be, ശ്രദ്ധിക്കുക ചെറിയൊരു കറക്ഷൻ ഉണ്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന സമയത്ത്. ഇത് 10 raised to minus 23 ആണ്. കാൽക്കുലേഷൻ വന്നപ്പോൾ ചെറിയ മാറ്റം വന്നാണ്. സോ അത് ഇവിടെ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. 10 raised to minus 23 ആണ്. അപ്പോൾ ബൈ കാൽക്കുലേഷൻ നമുക്ക് എന്ത് കിട്ടും? 12.08 into 10 raised to 23 കിട്ടും. ഇതാണ് നമ്പർ ഓഫ് യൂണിറ്റ് സെല്ല് നമുക്ക് കിട്ടിയത്. നമ്പർ ഓഫ് യൂണിറ്റ് സെല്ല് കിട്ടി. ഇനി ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം, ഇത് BCC ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ BCCന്റെ പ്രത്യേകത? BCCയില് ഒരു യൂണിറ്റ് സെല്ലിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾക്ക് അറിയാലോ. അപ്പൊ ഞാൻ അടുത്ത പേജ് എടുക്കേണ്ടത് ശ്രദ്ധിക്കാം. BCCയില് number of atoms in 1 unit cell നമ്മൾ 2 ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ദാറ്റ്സ് ഈക്വൽ ടു 2 നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ 2 ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ് സെൽ ചെയ്താൽ മതിയല്ലോ. എത്രയാ നമ്പർ ഓഫ് യൂണിറ്റ് സെല്ല്? 12.08 into
10⁻23 ആണ്. 12.08 into 10⁻23. ഈ 2 into 12.08 ചെയ്താൽ 24.16 കിട്ടും. into 10⁻23. ഇത് നമുക്ക് അങ്ങനെ എഴുതാം 2.416 into 10⁻24 എന്ന് എഴുതാം. ഇതായിരിക്കും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. സോ നല്ല ക്വസ്റ്റ്യൻ ആണ്, സൂപ്പർ ക്വസ്റ്റ്യൻ. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് NCERT സോൾവ് ചെയ്താണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ദ ഫോളോയിങ് സോളിഡ് ഇൻ ഡിഫറെന്റ് കാറ്റഗറീസ് based on the nature of intermolecular forces operating in them. നമുക്ക് ആദ്യം ഫസ്റ്റ് വൺ നോക്കാം. പൊട്ടാസ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ K2SO4. നമുക്കറിയാം ഇതൊരു അയോണിക് സോളിഡ് ആണ്. അയോണിക് സോളിഡ്. അടുത്ത ടിന്നൊരു മെറ്റൽ അല്ലേ, അപ്പൊ അത് മെറ്റാലിക് സോളിഡ് ആണ്. അടുത്ത ആരാ? ബെൻസീന് മോളിക്കുലാർ ആണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് നോൺ പോളാർ ആണ്. ബെൻസീന്റെ ഫോമിൽ നമുക്കറിയാലോ C6H6 ആണ്. അവിടെ എന്തുണ്ടാവില്ല? പോളറൈസേഷൻ ഉണ്ടാവില്ല. അടുത്ത യൂറിയ എന്ന കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താ? അത് മോളിക്കുലാർ ആണ്. അതേസമയം അത് പോളാർ ആണ്. കാരണം യൂറിയന്റെ ഫോമുല NH2CO NH2. ഇവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ളത് കൊണ്ട് അവിടെ പോളറൈസേഷൻ നടക്കുന്നുണ്ട്. അടുത്ത ആൾ അതിൽ ആരാ? അമോണിയ. അമോണിയ എന്ന് പറഞ്ഞാല് NH3 ആണ്. ഇത് മോളിക്കുലാർ ആണ് എന്ന് മാത്രല്ല, ഇത് ഹൈഡ്രജൻ ബോണ്ടഡ് ആണ്. കേട്ടിട്ടുണ്ടല്ലോ, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്ന ആളാണ്. അടുത്ത അതുപോലത്തെ ആളാണ് H2O, വാട്ടർ. അത് മോളിക്കുലാർ ആണ്, ഹൈഡ്രജൻ ബോണ്ടഡ് ആണ്. അടുത്ത ZnS, ഇത് അയോണിക് ആണ്. അയോണിക്. സിങ്ക് 2+ S2-. അടുത്ത ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് നമുക്കറിയാലോ, അത് നെറ്റ്വർക്ക് ആണ്. നെറ്റ്വർക്ക് സോളിഡ് എന്നും കോവാലന്റ് സോളിഡ് എന്നൊക്കെ വിളിക്കും. അടുത്ത റുബീഡിയം, RB. റുബീഡിയം ഒരു മെറ്റൽ ആണ്, അപ്പൊ അത് മെറ്റാലിക് ആണ്. ആർഗൺ ഒരു നോബിൾ ഗ്യാസ് അല്ലേ, അത് മോളിക്കുലാർ ആണ്, നോൺ പോളാർ ആണ്. പിന്നെ സിലിക്കൺ കാർബൈഡ് നമ്മൾ ഡയറക്റ്റ് പഠിച്ചിട്ടുണ്ട്, SiC2. അത് നെറ്റ്വർക്ക് ആണ്. സോ ഇതാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിക്കണം. ഈ ആർഗൺ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. ആർഗണ് നോബിൾ ഗ്യാസ് ആണ്. അപ്പൊ അത് മോളിക്കുളൊന്നല്ല. ആർഗൺ മോളിക്കുളൊന്നില്ലെങ്കിലും അത് മോളിക്കുലാറിൽ എഴുതാനുള്ള കാരണം എന്താ? നോൺ പോളാർ ആയ ആളുകൾ തമ്മിലുള്ളതാണ് ആ റിലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഗോൾഡ് അറ്റോമിക് റേഡിയസ് 0.144 ആണ്. അപ്പൊ റേഡിയസ് 0.144 സെന്റിമീറ്റർ. FCC എന്ന് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ സെല്ലാണ്? നമുക്കറിയാം FCCയില് ഇതേ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തു. A ഈക്വൽ ടു എന്താണെന്നറിയോ? A ഈക്വൽ ടു 2√2R ആണ്. അപ്പൊ 2 into √2 into 0.144. ഇത് സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ്
ആ എഡ്ജ് ലെങ്ത് സെന്റിമീറ്ററിൽ ചെയ്താൽ മതി. എത്രയാണ്? √2. √2ന്റെ വാല്യൂ നമുക്കറിയാം 1.414 ഇൻറ്റു 0.144 ഇൻറ്റു 2. ദാറ്റ് വിൽ ബി 0.407. 0.407. യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ ആണ്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് എ കോമ്പൗണ്ട് ഫോം ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചർ HCP അല്ലെ. എന്നിട്ട് പറയാണ് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോയിഡ്സ് ഇൻ 0.5 mole of it? How many of these are tetrahedral voids? അവിടെ എത്ര ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവും? അപ്പൊ HCP എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടാണ് നമ്മളോട് കാൽക്കുലേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ HCP എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വോയിഡ്സ് ഇൻ 0.5 മോൾ ഓഫ് ഇറ്റ് കാണാനല്ലേ. വെരി സിമ്പിൾ. നമ്പർ ഓഫ് ആറ്റംസ് അതാണ് 0.5 മോള്. ഇതിന് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്യുമ്പോഴല്ലേ എണ്ണം കിട്ടുള്ളൂ. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് ആണിത്. ഇത് നമുക്കറിയാം 3.011 ഇൻറ്റു 10⁻23 ആണ് അല്ലേ. ഇനി ഇവിടുത്തെ ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആണ് കണ്ടത്. നമുക്കറിയാം നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു n ആണെന്ന് പഠിച്ചിട്ടുണ്ട്. 2 n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ആറ്റം. ഇവിടെ എത്രയാണ് നമ്പർ ഓഫ് ആറ്റം? 3.011 10⁻23. അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 6.022 ഇൻറ്റു 10⁻23 കിട്ടും. ഇനി നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എത്ര നമുക്കറിയാലോ. നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആണല്ലേ എത്രയാണോ നമ്പർ ഓഫ് ആറ്റം അത് തന്നെയല്ലേ. അപ്പൊ നിങ്ങളുടെ ടോട്ടൽ നമ്പർ ഓഫ് വോയിഡ്സ് ചോദിച്ചിട്ടുണ്ട്. അതിന് ഈ പറഞ്ഞ വാല്യൂ കൂടി കൂട്ടിയാൽ മതി. അപ്പോ 6.022 3.01 വരുമ്പോ 9.033 10⁻23 വരും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത് HCP എന്നൊക്കെ പറയും. HCP എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും റിലേഷൻ നമുക്കറിയാം. നമ്പർ ഓഫ് ആറ്റംസ് n ആണെങ്കിൽ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് 2n ആണ്. നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് n തന്നെയാണ്. സോ ആൻസർ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നോൺ സ്റ്റോഷിയോമെട്രിക് കുപ്രസ് ഓക്സൈഡ് Cu2O can be prepared in laboratory. In this oxide, copper to oxygen ratio is slightly less than 2:1. Can you account for the fact that this substance is a p-type semiconductor? അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ശരിക്കും Cu2O വേണ്ടത് 2:1 റേഷ്യോ ആണല്ലോ. പക്ഷേ ലെസ് ദാൻ 2:1 എന്ന് പറഞ്ഞ അർത്ഥം ഈ Cu2O കോപ്പറിന്റെ ചാർജ് +1 അല്ലേ. സം
Cu+1 ഈസ് റീപ്ലേസ്ഡ് എന്നാണ്. ചില Cu+ മാറ്റിയിട്ടുണ്ടാവും. ഈ Cu+ മാറ്റുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് എന്ത് നഷ്ടപ്പെടും? പോസിറ്റീവ് ചാർജ് കുറയാണ്. അപ്പൊ അത് ബാലൻസ് ചെയ്യണമെങ്കിൽ Cu2+ കൊണ്ടേ പറ്റുള്ളൂ. അപ്പൊ Cu+1 ഈസ് റീപ്ലേസ്ഡ് ബൈ Cu2+ ആണ്. നമുക്കറിയാം 2 Cu+ തുല്യമായിട്ടാണ് ഒരു Cu2+ വരിക. അപ്പൊ എന്താ വരിക? 2 Cu+ പകരം ഒരു Cu2+ വന്നാൽ അവിടെ ഒരു കാറ്റയോൺ വാക്കൻസി വരും. ഈ കാറ്റയോൺ വാക്കൻസി വന്ന അർത്ഥം എന്താ? പോസിറ്റീവ് ചാർജ് ഹോൾ ആണത്. പോസിറ്റീവ് ചാർജ് ഉള്ള ഹോൾ എന്നാണ് വിളിക്കുക. ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ഹോൾ വരുമ്പോഴല്ലേ അത് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആകുന്നത്. സോ ഇത് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആയി എന്ന് പറയാനുള്ള കാരണം എന്താ? Cu+ അളവാണ് കുറഞ്ഞത്. Cu+ അളവ് കുറഞ്ഞാൽ ചാർജ് ബാലൻസ് ചെയ്യാൻ Cu2+ കൊടുക്കേണ്ടി വരും. ഇത് ഏത് എക്സാമ്പിൾ പോലെ എന്നറിയോ? NaCl SrCl2 കൊണ്ട് ഡോപ്പ് ചെയ്യണില്ലേ? ഇത് സെയിം ടൈപ്പ് ആണ് ഇവിടെ വരിക എന്ന് മനസ്സിലാക്കണം. അപ്പൊ സ്റ്റുഡൻസ്, നമ്മളിപ്പോ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിലുള്ള NCERT-യിലുള്ള അഡീഷണൽ ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. ഇതേപോലത്തെ എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സും നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാവും. സോ നന്നായിട്ട് പഠിക്കാം, എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഇനി സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്, സീ യു.